സ്വർണത്തിന് ദിവസവും പുതിയ റെക്കോർഡ്. ഓഹരി വിപണി പ്രതീക്ഷ കെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ നിക്ഷേപകർ എന്തു ചെയ്യണം? ഓഹരി വിറ്റ് സ്വർണം വാങ്ങണോ? കോവിഡ് കാലം കഴിഞ്ഞുള്ള പോക്ക് കണ്ടപ്പോൾ സെൻസെക്സ് 1 ലക്ഷം കടക്കും എന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ 2026 എത്തിയിട്ടും സെൻസെക്സ് 87,000-ലാണ് കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോഴാണ് മറുവശത്ത് സ്വർണത്തിന്റെ അമ്പരപ്പിക്കുന്ന കുതിപ്പ്. 2024 സ്വർണം 20% ഉയർന്നു. സെൻസെക്സ് 9%-നും താഴെ. 2025 സ്വർണം ഏകദേശം 70% വരെ കുതിച്ചു. ഓഹരി വിപണി വീണ്ടും ഒറ്റയക്കത്തിലുള്ള നേട്ടം മാത്രം. അപ്പോഴാണ് നിക്ഷേപകരിൽ പലർക്കും സംശയം, ഓഹരികൾ വിറ്റ് സ്വർണം വാങ്ങാനുള്ള സമയമാണോ ഇത്? സ്വർണം ഇങ്ങനെ കുതിക്കാൻ 3 കാരണങ്ങളുണ്ട്. 1, അമേരിക്കൻ സാമ്പത്തിക നയങ്ങളിലെ അനിശ്ചിതത്വം. 2, ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾ. 3, ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ അവസരം നഷ്ടമാകും എന്ന പേടിയിൽ വാങ്ങുന്ന നിക്ഷേപകർ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സ്വർണത്തിന് കമ്പനികളുടെ കാര്യത്തിൽ എന്ന പോലൊരു ക്യാഷ് ഫ്ലോ ഇല്ല, വരുമാന വളർച്ചയില്ല, അന്തർലീന മൂല്യം കൂടുന്നുമില്ല. അനിശ്ചിതത്വം കുറഞ്ഞാൽ സ്വർണ്ണ വിലയിൽ തിരുത്തൽ വരാം. അതുകൊണ്ട് ഓഹരി വിറ്റ് മുഴുവൻ സ്വർണത്തിലേക്ക് ചാടണോ? വേണ്ട. ഓഹരിക്ക് പകരക്കാരനല്ല സ്വർണം. ഓഹരി ദീർഘകാലത്തേക്ക് പണപ്പെരുപ്പത്തെ തോൽപ്പിച്ച ചരിത്രമുണ്ട്. സ്വർണം പോർട്ട്ഫോളിയോയിലെ ഒരു സുരക്ഷാ കവചം മാത്രം. 5 മുതൽ 10% വരെ മതി. ദീർഘകാല ലക്ഷ്യമുള്ളവർ ഓഹരിക്കൊപ്പം തന്നെ.